ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. അപ്പോൾ ന്യായപ്രമാണം എന്തിനു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ചതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യായപ്രമാണം അവസാനിച്ചു എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വാക്യം വായിച്ച് നമുക്ക് അത് തുടങ്ങാം. റോമാലേഖനം 10 അധ്യായം അതിൻ്റെ 4-ാം വാക്യം. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുവാണ്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണത്തിൻ്റെ അവസാനം ക്രിസ്തു ആകുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ന്യായപ്രമാണം അവസാനിച്ചു. അതിനുള്ള എവിഡൻസ് ആണ് നമ്മളിപ്പോൾ ബൈബിളിൽ നമ്മൾ നോക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ അവസാനം ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു നിത്യമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിന് അവസാനം എന്ന് പറയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് ന്യായപ്രമാണത്തിനൊരു അവസാനം എന്നുള്ള ഒരു ഒരു ഡയമെൻഷനിലേക്ക് അത് സംസാരിച്ച് വെച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ അവസാനം ക്രിസ്തു ആകുന്നു. അപ്പോൾ അത് പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ന്യായപ്രമാണം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി അടുത്ത വചനത്തിലേക്ക് വരാം. എബ്രായർ 7 അധ്യായം അതിൻ്റെ 11 മുതൽ 19 വാക്യം വരെ. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിക്കുന്നത്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ് പറയുന്നത്. അവിടെ പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യവും ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്നവിടെ സ്പഷ്ടമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഇത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവാകുന്ന ഇതുണ്ടോ. ഈ വചനം കൊണ്ട് നിർത്തുന്നത് അഴിഞ്ഞു പോകാത്തത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതിന് ബലഹീനതയുണ്ട്, അത് അഴിഞ്ഞു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് അല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ നടപ്പിനോ ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്നതിനോ പ്രയോജനം ചെയ്യത്തില്ല. അതൊരു എന്താ പറയുക, മുമ്പിലത്തെ നമ്മൾ ലേഖനങ്ങളൊക്കെ വായിച്ചപ്പം പറഞ്ഞതാണ്. അത് നമ്മളെ ശിശുപാലകനായി അത് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിച്ചതല്ലാതെ അതിന് വലിയ കാര്യത്തിൻ്റെ ഗൗരവം അതിനകത്തില്ല. എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണതയില്ല, പിന്നെ ശക്തിയുമില്ല. അത് അങ്ങനെയാണ് ദൈവം അതിനെ ന്യായപ്രമാണത്തെ സജ്ജീകരിച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ പിന്നെ ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
അതുകൊണ്ട് ന്യായപ്രമാണം കൊണ്ടുള്ള പ്രയോജനം ഇല്ല. അതുകൊണ്ടാണ് ക്രിസ്തു പുതിയൊരു നിയമം മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിച്ചത്. ഓക്കെ, അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ എബ്രായർക്ക് അത് നമ്മൾ വായിച്ചതിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. ന്യായപ്രമാണത്താലൊന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് അത് കുറച്ചും കൂടി അത് ക്ലാരിറ്റിയോടുകൂടെ സംസാരിച്ചിരിക്കുന്നത്. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനം വന്നിരിക്കുന്നു. ഏറെ നല്ല എന്ന് പറയുമ്പോൾ മറ്റേത് ഇതിന് ഏറെ നല്ലതെന്ന് പറയുമ്പോൾ മറ്റേതിൻ്റെ വാല്യൂ, അതിൻ്റെ ഗുണം എത്രത്തോളം ഇതിനെ സംബന്ധിച്ച് കുറവുണ്ടെന്ന് അവിടെ വ്യക്തമല്ലേ? ഓക്കെ, അടുത്ത വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ. അത് 7 മുതൽ 19 ഞാൻ പറയാം എത്ര വാക്യം വരെ ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞുതരാം. 13-ാം വാക്യം വരെ നമ്മൾ നോക്കി വെച്ചാൽ മതി. 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെ. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ പറയുന്നത്. പല വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. ചില സമയത്ത് പൗലോസ് അത് പൗരോഹിത്യമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്, ചില സമയത്ത് ക്രിസ്തുവായിട്ട് അത് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്, ചില സമയത്ത് പഴയ നിയമത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പൗലോസ് ഈ വിഷയത്തെ പല ലേഖനങ്ങളിലായിട്ട് ഉൾക്കൊള്ളിച്ച് ഇത് എന്തുകൊണ്ടാണ് ഇത് റോമർക്ക് എഴുതിയ ലേഖനത്തിലും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും എല്ലാവരോടും ഇത് തന്നെ പൗലോസ് സംസാരിക്കണത്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കാരണം ഇവരെല്ലാം യഹൂദരാണ്. ഇവർ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ഈ യഹൂദ മര്യാദകളും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഇത് സഭയിലേക്ക് കടന്നെങ്കിൽ ഇത് ക്രിസ്തുവിൻ്റെ കൃപ വെളിപ്പെടുത്തില്ല. സഭ ദൈവരാജ്യത്തിന് എതിരായിട്ട് ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അതിൻ്റെ പ്രാക്ടീസുകളൊക്കെ ഇതിന് എതിരായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഈ ദൈവരാജ്യം വളരാതിരിക്കുന്നതിന് ഇതൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കും. അതുകൊണ്ട് പൗലോസ് തൻ്റെ ലേഖനത്തിലെല്ലാം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഞാൻ തയ്യാറായതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഇതിന് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ 8-ാം അധ്യായം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 7-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തതിന് ഇടം അന്വേഷിക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് ഒന്നാമത്തെ നിയമത്തിന് കുറവുള്ളത് കൊണ്ടാണ് രണ്ടാമത്തത് അന്വേഷിക്കേണ്ട ആവശ്യം വന്നത്. അതിന് കുറവുണ്ട്, എന്തോ ഒരു കുറവുണ്ട്. ആ കുറവ് എന്താണ്? ആ ഒരു കുറവ് അവിടെ എന്താ പറയുക, എന്തോ ഒരു ശൂന്യത അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് ഒരു നിയമത്തിൻ്റെ ആവശ്യം വന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ നിയമത്തിന് കുറവൊന്നുമില്ല, അത് പൂർണ്ണതയാണ്. അതും കൂടി പുതിയ നിയമസഭയിൽ ഉപയോഗിക്കാം എന്നൊക്കെ ധരിക്കുമെങ്കിൽ വിചാരിച്ചോ. പൗലോസ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ നിയമത്തിന് കുറവുണ്ട്. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് വരാം. 8-ാം വാക്യത്തിലേക്ക്. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പിന്നെ ആ പോയിന്റിലേക്ക് അത്
എന്താ പറയുക, അത് വീണ്ടും പൗലോസ് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും പൗലോസ് അടുത്ത വചനം സംസാരിക്കുന്നത്, ഇത് എനിക്കൊന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണും കേട്ടോ. ഇത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കാണും. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് പൗലോസ് എടുത്തിരിക്കുന്ന വചനമാണ്. അതിൻ്റെ ഒരു എന്താ പറയുക രീതി കണ്ടാൽ മനസ്സിലാവും. ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. എനിക്ക് തോന്നുന്നു ഇത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ ഈ വചനം നോക്കിയാൽ കാണാം. ആ വചനം പൗലോസ് എടുത്ത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പുതിയൊരു നിയമം ചെയ്യുന്ന കാലം, മനസ്സിലായ? അത് എന്താ പറയുന്നത്, പൗലോസ് ഇത് പറയുമ്പോൾ തന്നെ കണ്ട ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നു, ആക്ഷേപിച്ചുകൊണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 8-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പം ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അപ്പോൾ ഈ വാക്യം അവിടെ ശ്രദ്ധിക്കണം. മോശ അബ്രഹാമിൻ്റെ മക്കളെ മിസ്രൈം ദേശത്ത് നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കനാൻ ദേശത്തിലേക്ക് നടത്തിക്കൊണ്ടുവന്ന ആ നാളുകളിൽ, ആ ഒരുപാട് വർഷങ്ങൾ നീണ്ടുന്ന ആ യാത്രയിൽ ദൈവം ദിവസവും ഓരോ നിയമങ്ങളും കൽപ്പനകളും അവർക്ക് കൊടുത്തിരുന്നു. ആ നിയമം പോലെയല്ല, ആ നിയമമാണ് ന്യായപ്രമാണം. ആ നിയമം പോലെയല്ല കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല. ഇത് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ നിയമത്തിൽ അവരെ നിലനിർത്താനും കഴിഞ്ഞില്ല, അവർക്കായിട്ട് അത് നിലനിർത്താനും കഴിഞ്ഞില്ല. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ആ നിയമം കൊണ്ട് അവരെ ദൈവത്തിലേക്ക് പിടിച്ചങ്ങ് വെക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള ശക്തി അതിന് ഇല്ലായിരുന്നു. ഇനി അതിപ്പോൾ മനുഷ്യൻ്റെ ഭാഗത്താണ് തെറ്റ് കൂടുതലെങ്കിൽ ആ നിയമവും ദൈവത്തിൻ്റെ വചനവും അവരെ തിരിച്ച് ദൈവത്തിലേക്ക് പിടിക്കാം എന്ന് വെച്ചോ. അല്ല, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാവും എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. അങ്ങനെ ആ നിയമത്തിന് മനുഷ്യരെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അവരായിട്ടും അതിലേക്ക് നിലനിൽക്കാനും കഴിഞ്ഞില്ല. ഇപ്പോൾ ദൈവം അരുളപ്പാട് വന്ന് മോശ അത് അവർക്ക് കൊടുത്തു, അവർക്കൊട്ടും അത് അനുസരിക്കാനും പറ്റാത്ത അവസ്ഥയായി. അടുത്ത 10-ാം വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായി, അവർ എനിക്ക് ജനമായി ഇരിക്കും. ഉണ്ടാവും. ഇതിന് എന്തുമാത്രം അത് ഉറപ്പോടെയാണ് അത് പറയുന്നത് നോക്കിയേ. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. നോക്കിക്കോണേ, അതിൻ്റെ ഒരു സുരക്ഷിതത്വം അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. ഏതാ? പുതിയ നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ ഇതാണ് പറയുന്നത്. ഇത് അവർ എനിക്ക് ജനമായി ഇരിക്കും, ഞാൻ അവർക്ക് ദൈവമായി ഇരിക്കും എന്ന് പറയുന്നൊരു കാലമുണ്ടല്ലോ. ആ കാലത്തിൽ എന്താണ് അവരുടെ ഉള്ളിലാക്കി വെക്കുന്നത്? ഈ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നീതിബോധവും വെളിച്ചവും പുതിയ നിയമത്തിൻ്റെ ഉപദേശവും കൽപ്പനകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവം. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവം. ഞാൻ എൻ്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം വെച്ചങ്ങ് പിൻ ചെയ്ത് അവരെ വെക്കുവാണോ? അല്ല, അതിൻ്റെ അർത്ഥം അതല്ല. പഴയ നിയമത്തിൻ്റെ പറയുന്നത് ന്യായോചിതമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും പുതിയ നിയമത്തിൻ്റെ
ദൈവിക അരുളപ്പാട് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു നല്ലൊരു ഹൃദയം അവർക്ക് കൊടുക്കും. ഇങ്ങനെ പുതിയ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുമെന്നല്ലല്ലോ, ദൈവത്തിൻ്റെ ശക്തിയാൽ അത് മനുഷ്യരിൽ സാധ്യമാവും. ഞാൻ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. മനസ്സിലായോ? ഈ ഒരു സാഹിത്യ രൂപം എന്താന്ന് പറഞ്ഞാൽ ദൈവം ഹൃദയത്തിൽ എഴുതാൻ പോവാണെന്നോ എന്നാണല്ലോ അർത്ഥം. ദൈവം ഒരു പേനയെടുത്ത് ഹൃദയത്തിൽ എഴുതുമെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ലിറ്ററലി അങ്ങനെ എഴുതാൻ പറ്റുമോ? എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഹൃദയത്തിൽ അങ്ങ് എഴുതുമോ? ഇല്ല. അപ്പോൾ അത് ദൈവശക്തിയാൽ അത് സാധ്യമാവും. എന്താ പറയുന്നത്? കുറച്ച് വെളിച്ചം ഉണ്ടാകും ഹൃദയത്തിൽ. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഞാൻ അവർക്ക് ദൈവമായി, അവർ എനിക്ക് ജനമായി ഇരിക്കും. മനസ്സിലായോ? ഇത് പഴയ നിയമം മിസ്രൈമിൽ നിന്നുള്ള യാത്രയിൽ അവർക്ക് കൊടുത്തപ്പോൾ ഇത് ദൈവത്തിന് അത്ര ഉറപ്പുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ഏതാ? ഞാൻ അവർക്ക് ദൈവമായി, അവർ എനിക്ക് ജനമായി ഇരിക്കുന്ന ദൈവത്തിന് അത് ഉറപ്പില്ലായിരുന്നു. ഇപ്പം അത് പറയാൻ ഉറപ്പായി. എന്ത് കാരണം? ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ദൈവത്തിന് അത് ഉറപ്പായി അങ്ങനെ ഇനി സാധ്യമാകുമെന്ന്. ഇനി അടുത്ത വാക്യം വായിക്കാം, 11-ാം വാക്യം. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. അതുകൊണ്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ കോൺഫിഡൻസ് ആണ്, അല്ലേ? മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത്ര ഉറപ്പില്ലാതിരുന്നൊരു സ്ഥാനത്ത് ദൈവം ഇനിയൊക്കെ ഈ പഴയതുപോലൊന്നും അല്ല, ഇനി എല്ലാവരും എന്നെ അറിയും എന്ന് ദൈവം മനസ്സിലാക്കി. ഇനി അവർക്ക് എന്ത് തന്നെ ബലഹീനത ഉണ്ടായാലും അവർ എൻ്റെ മക്കളായിട്ട് തന്നെ സദാകാലവും ഇരിക്കും. അവർ നശിച്ചു പോകത്തില്ല. അവരിൽ പാപമുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും. അവർ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും സഞ്ചരിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പായി. ആ ഉറപ്പ് നിങ്ങളിലും ഉണ്ടാകണം, സഭയിലും ഉണ്ടാകണം. അതിന് ന്യായപ്രമാണം ഉപേക്ഷിക്കണം. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും. ഓക്കെ, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ആ കാര്യത്തിൽ ഉറപ്പായില്ലേ? ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. ഇനി എന്ത് വേണമല്ലേ? പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. ആദ്യത്തേതിനെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ. ഇതുണ്ടോ? ഇവിടെ ഞാൻ സംസാരിക്കുന്ന ന്യായപ്രമാണം ഒഴിഞ്ഞു പോയി എന്ന് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ധാരണ സഭയിലുണ്ട്, ക്രിസ്തീയ സഭയിലുണ്ട്. എന്നാൽ അതിനൊരു ഉറപ്പില്ല. പക്ഷേ ഇവിടെ ഇത് വായിക്കുമ്പോൾ ഉറപ്പില്ലാതെ വരുന്നവരെ കുറിച്ച് വളരെ കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത്ര ക്ലിയർ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പ് വന്നില്ല എങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വലിയ എന്താ പറയുക പ്രതീക്ഷയൊന്നുമില്ല. ഈ കാര്യം നിങ്ങൾ അറിയുമെന്നോ. എന്നാൽ ഇതാണ് സത്യം. ഇപ്പോൾ ക്രിസ്തു സുവിശേഷങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വിതയ്ക്കുന്നവൻ വഴിയരികെ വീണു, മുള്ളിനിടെ വീണു, പാറസ്ഥലത്ത് വീണു, നല്ല നിലത്ത് വീണു. ഇതാണ് വചനത്തിൻ്റെ അവസ്ഥ. ഇത് ആർക്ക് എവിടെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആർക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും നല്ല ആൾക്കാരുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ നല്ല നിലത്ത് വീണ ആ ഒരു വിത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നല്ലോ. അതുപോലെയുള്ള മനുഷ്യർക്ക് മാത്രമേ ഇത് പിടികിട്ടത്തുള്ളൂ. ഇത് പിടികിട്ടി അവരിൽ സ്ഥിരപ്പെടണമെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ വേണം. അവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്. ഓക്കെ.
നിങ്ങൾ ആ ഒരു കൂട്ടത്തിലുള്ള ആളാകാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. ഓക്കെ, പഴയതാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു പ്രമാണത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് അങ്ങ് പൗലോസ് എഴുതി വെക്കുവാണ്. ആദ്യത്തേതിനെ അങ്ങ് പഴയതാക്കിയിരിക്കുന്നു. കണ്ടോ, പൗലോസ് അങ്ങ് തള്ളുക. അത് മനസ്സിലാക്കുക. ഒരു ദൈവത്തിൻ്റെ പ്രമാണം എടുത്ത് പഴയതായി ഇരിക്കുന്നതൊക്കെ അത് നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രമാണം വെച്ച് കളിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. പണ്ടത്തെ ഈ ക്രിസ്തുവിന് മുമ്പൊക്കെ ഇങ്ങനെ പ്രമാണത്തെക്കുറിച്ച് ആരെങ്കിലും അവിടെ ഇസ്രയേലിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ അവൻ ആ ദേശത്തിൽ നിന്ന് പുറത്താണ്, അല്ലെങ്കിൽ അവന് അതിൻ്റെതായ ഒരു ശിക്ഷ സ്വീകരിക്കണമായിരുന്നു. ഇപ്പോൾ ക്രിസ്തു അവർക്ക് ഒരു നേതാവായിട്ട് അവരുടെ മുമ്പിൽ നിന്നപ്പോൾ ദൈവപുത്രനെ അവർ മനസ്സിലാക്കിയപ്പോൾ അവർ ന്യായപ്രമാണം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. മനസ്സിലായോ? അതുവരെ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്തത് 2 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 14 മുതൽ 17 വാക്യം വരെ. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം ഇല്ലാത്തതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. ആ മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ വരും. ഒന്നെങ്കിൽ ദൈവത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു തടസ്സം അവിടെ ഉണ്ട്. അത് വായിക്കുമ്പോൾ മനസ്സിലാവും അത് ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അത് ഒന്നെങ്കിൽ നിങ്ങൾ വലിയ പാപിയാണെന്ന് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഓൾറെഡി അത് എല്ലാവരും പാപം അവരിലുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി അത് നിങ്ങൾ സ്ട്രോങ് ആണെന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ അത് പറയും. അപ്പം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും. അത് ഒന്നാമത്തെ കാര്യം, മൂടുപടം എന്ന നിലയിൽ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. അത് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തൊരു ഒരുപാട് എഴുത്തുകളാണത്. അവിടെ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ ഒരു മാർഗവുമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അവിടെ ഒരു കാര്യം തന്നെ ഇല്ല. എന്തിനു പറയാൻ, ദൈവം തന്നെ അവിടെ ഇല്ല. അവിടെ മുഴുവനും ന്യായവിധികൾ മാത്രമേ ഉള്ളൂ. അവിടെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളൊരു രീതിയേ ഉള്ളൂ അവിടെ. അല്ലാതെ അവിടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം കിട്ടുമെന്നോ ഒന്നും തന്നെ അവിടെ ഇല്ല. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. മനസ്സിലായോ? യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഇതൊക്കെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായോ? കർത്താവിൻ്റെ സ്വാതന്ത്ര്യം കർത്താവിൻ്റെ ആത്മാവില്ലാത്തടത്ത് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഇല്ല എന്ന് തന്നെയാണ്. അവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് അതിൻ്റെ ഒരു മറുവശം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ മുമ്പിലത്തെ എഴുതി വെച്ചിരിക്കുക, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മനസ്സിലായി? മൂടുപടം നീങ്ങിപ്പോകും. അപ്പോൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകണം. അതാണ് അതിൻ്റെ അകത്ത് രീതികൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുകളിലത്തെ വാചനം നമുക്ക് വായിച്ചു നോക്കാം. മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു.
മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മനസ്സിലായോ? അത് നീങ്ങിപ്പോകും. ഓക്കെ, ക്ലാരിറ്റി ആയി. അപ്പോൾ ന്യായപ്രമാണം നമ്മൾ സംസാരിച്ചുകൊണ്ട് ന്യായപ്രമാണം അവസാനിച്ചു എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വചനം വായിക്കാം. ഗലാത്യ ലേഖനം 4 അധ്യായം അതിൻ്റെ 9 വാക്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഓക്കെ, നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങൾ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ബലഹീനത, ദരിദ്രം, ദാരിദ്ര്യം എന്നും പറയാം, ദരിദ്രം എന്നും പറയാമല്ലേ. അത്രയ്ക്കും അവസ്ഥയാണ് ന്യായപ്രമാണത്തിൻ്റെ കാര്യത്തിൽ. ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് അടിമപ്പെടുവാൻ. മനസ്സിലായോ? ആദ്യ പാഠങ്ങളിലേക്ക്. ആദ്യ പാഠമായിരുന്നത്, പിന്നെ രണ്ടാമത്തെ പാഠമുണ്ട്. അതിലേക്ക് പോയാൽ മാത്രമല്ല, അതിലേക്ക് പോയിട്ട് അടിമപ്പെടുവാനും കൂടി ഇച്ഛിക്കുന്നത്. മനസ്സിലായോ? സ്വന്തമായിട്ട് എന്നെ ക്രൂശിച്ചോ എന്ന് പറഞ്ഞ് അടിമപ്പെടാൻ പോകുന്നതിൻ്റെ ആവശ്യം എന്താന്ന്, ഇച്ഛിക്കുന്നത് എങ്ങനെ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 14 വാക്യം മുതൽ 16 വാക്യം വരെ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം. അയ്യോ, അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വായിക്കേണ്ട കാര്യമാണ്. ന്യായപ്രമാണം എന്ന ശത്രുത്വം ദൈവത്തിൻ്റെ പ്രമാണമാണ്. പൗലോസ് ഏതും പോരാത്ത ചെറിയ പൗലോസ് എഴുതുക ന്യായപ്രമാണം എന്ന ശത്രുത്വം. ഇവിടെ നിങ്ങൾ ഈ ഒരു എൻ്റെ ഒരു എന്താ പറയുക ക്ലാസ്സിൽ നിങ്ങളത് ഒരു വ്യക്തത വരുത്തിയിട്ടേ പോകാവുള്ളൂ. ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവേർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാലും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ശത്രുത്വം ഏതാ? ന്യായപ്രമാണം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഓക്കെ, അടുത്ത വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 14 വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായി ഇരുന്ന കയ്യെഴുത്ത് മായ്ച്ച്. തുടക്കത്തിൽ തന്നെ നമുക്കതിന് പറഞ്ഞങ്ങ് വിടാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്. ഇത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ചട്ടങ്ങളാൽ എന്ന് പറഞ്ഞാൽ കുറേ നിയമങ്ങളും റൂൾസ്. അതിനാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു. നമുക്ക് യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്കും ഇത് ഏറ്റവും സ്ട്രോങ് ആയിരുന്നു. മനസ്സിലായി? നമ്മളെ സംബന്ധിച്ച് നമ്മൾ യഹൂദന്മാരല്ല, മറ്റ് ദേശക്കാരാണ്. യഹൂദനെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരു കൾച്ചറിലും അവരുടെ ഒരു ദേശത്തും ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കും. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വ്യഭിചാരത്തിൽ പിടിച്ചൊരു സ്ത്രീ യഹൂദന്മാരെല്ലാം കല്ലെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ച് കൊല്ലാൻ വേണ്ടി അവളെ ഓടിച്ച് യേശുവിൻ്റെ അടുത്ത് വന്നു. ശരിക്കും അതൊരു ഒഫൻസാണ്. അതിന് ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യണം. അതിനെ നമ്മൾ ന്യായീകരിക്കാനൊന്നും പോകരുത്. പക്ഷെ ക്രിസ്തു അവളെ കൊല്ലുവാനോ അവളെ ഉപദ്രവിക്കുവാനോ മറ്റാർക്കും കല്ലെറിഞ്ഞ് കൊല്ലുവാനൊന്നും അവകാശം കൊടുത്തില്ല. ക്രിസ്തു അവളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വചനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിരോധം ഉണ്ടായിരുന്നു, പ്രതികൂലം ഉണ്ടായിരുന്നു ആ ചട്ടങ്ങൾ കൊണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടെമിറ്റേഷൻ കൊണ്ടോ അവരുടെ അല്ലെങ്കിൽ
അവരുടെ സാഹചര്യം അങ്ങനെ ആയി പോകുന്നു. ഇപ്പോൾ പാപം ഒരു സാഹചര്യമായി മാറുന്നതിന് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരുപാട് പേരെ ഈ ലോകത്ത് അല്ലേ അറിയുന്നുണ്ട് അല്ലേ, ഓരോ ന്യൂസ് നമ്മൾ കേൾക്കുമ്പോഴേ അറിയുന്നുണ്ടല്ലോ ഓരോരുത്തരുടെയും ഏതൊക്കെ അവസ്ഥയിലൊക്കെ ജീവിക്കുന്നതെന്ന് അല്ലേ. ഇതെന്തൊരു അവസ്ഥയെന്ന് നമ്മൾ വിചാരിക്കുമോ? അപ്പോൾ ക്രിസ്തു അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ചട്ടം ഉണ്ടായിരുന്നു അവർക്ക്, അങ്ങനെ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. ക്രിസ്തു ആ ഒരു ചട്ടം അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇനിയും മേലാൽ പാപം ചെയ്യാതിരിക്കുക, നീ പൊക്കോളുക എന്ന് പറഞ്ഞു. അത് എന്താ പറയുക, അത് യേശു ദൈവമാണല്ലോ. ദൈവത്തോട് നമുക്ക് എന്ത് ചോദിക്കാൻ കഴിയും ആ കാലത്ത്? യേശു ഒരു മനുഷ്യനോ ഒരു പൗലോസോ ഒരു എന്താ പറയുക, പൗലോസിനെ പോലെ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതനെ പോലെയോ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാമെന്ന് പറയാം. യേശു ദൈവമല്ല. യേശു ക്ഷമിച്ചു. നമുക്കെന്താ അതിൻ്റെ അകത്ത്? നമുക്കതിൻ്റെ അകത്തൊരു പങ്കുമില്ല. അപ്പോൾ അങ്ങനെ പാപം ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു മരണശിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് പ്രതികൂലമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് വരെ അവിടെ അവർക്ക് പാപം ഉണ്ടെങ്കിൽ തന്നെയും നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ മെയിനായിട്ടുള്ള വിഷയം. ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്.